ജീവിച്ചോ. ഞാൻ നിർത്തുകയാണ്. അവസാനമായ ഒരു കാര്യം പറയട്ടെ. ഇന്ന് നമുക്ക് ഹബീബിനെ കാണാനില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു നിലക്കും കാണാൻ പറ്റൂല എന്നല്ല. ഞാനിപ്പോൾ തലയ്ക്ക് തങ്ങൾ ഉപ്പാപ്പയെ എങ്ങനെ കാണുന്നു, അശ്വരി സഖാബി ഉസ്താദിനെ എങ്ങനെ കാണുന്നു, സ്റ്റേജിലുള്ള ആലിമീങ്ങളെ എങ്ങനെ കാണുന്നു, ഇതുപോലെ ഡയറക്റ്റായി വസ്തുതത്തിൽ തന്നെ ഹബീബിനെ കാണാമെന്നാണ് സുന്നത്ത് ജമാഅത്തിന്റെ പക്ഷം. അങ്ങനെ കണ്ട മഹാന്മാരുണ്ട്, ഇസ്ലാമിന്റെ ചരിത്ര താളുകളിൽ ഇടം നേടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ ഭാഗ്യമുണ്ടോ? അതുകൊണ്ട് സ്വപ്നത്തിലെന്തെങ്കിലും ഹബീബിനെ നമുക്കൊന്ന് കാണണ്ടോ? ഞാനതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, സ്വഹാബാക്കൾ നിബിതങ്ങളുടെ മുഖം ചുംബിച്ചവരാണ്, അവിടുത്തെ കൈ ചുംബിച്ചവരാണ്. പക്ഷേ ആ കൈ ചുംബിച്ചതുപോലെ ഹബീബിന്റെ കൈ ചുംബിക്കാൻ നമുക്ക് സാധ്യമല്ല. പക്ഷേ കർണാടകയിലെ SSFന്റെ പ്രവർത്തകന്മാരെ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഞാനും ഭാഗ്യവാനാണ്. നബിതങ്ങളുടെ കൈ ചുംബിക്കാൻ സാധിച്ചില്ലെങ്കിലും അവിടുത്തെ നെറ്റിത്തണത്തിൽ ഒരു ഉമ്മ വയ്ക്കാൻ നമുക്കായിട്ടില്ലെങ്കിലും അവിടുത്തെ ശരീരത്തിന്റെ പാർശ്വങ്ങളിലുള്ള അനുഗ്രഹീതമാണ് തിരുകേശമുണ്ടല്ലോ. ആ എന്ത് പറഞ്ഞാലും ആ കേശം കാണാനും ആ കേശമുണ്ട് മുക്കിയ വെള്ളം കുടിക്കാനും ഭാഗ്യം ലഭിച്ചുപോയി. ബഹുമാനപ്പെട്ട സയ്യിദുനാ താജുലുലമാഉൽ തങ്ങൾ പാപ്പയും ഖബറുലുലമാ കന്തൂർ മുസ്താദും നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിന് നബിതങ്ങളുടെ അംഗീകാരമാണ്. മർക്കസിന്റെ 33ാം വാർഷിക സമ്മേളനത്തിൽ സാന്നിധ്യം ഉറപ്പിച്ച സുന്നത്ത് ജമാഅത്തിന്റെ ചുണക്കുട്ടിയെ കാന്തപുരം മുസ്താദിന്റെ പ്രഭാഷണം ശ്രവിച്ചില്ലോ? അതാ സമ്മേളനത്തിന്റെ വിശിഷ്ടാതിഥികളാണ്. ലോകത്തിന്റെ വിഭിന്ന രാഷ്ട്രങ്ങളിൽ നിന്ന് പലരും എത്തിപ്പോയി. അക്കൂട്ടത്തിലൊരു വിശിഷ്ടാതിഥിയാണ്, ചീഫിൽപ്പെട്ട ചീഫ് ഗസ്റ്റാണ് അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹസൻ അൽ ഖസ്റജി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അൻസാർ കുടുംബത്തിൽപ്പെട്ട ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട ഇന്ന് ജീവിച്ചിരിപ്പുള്ള മുതിർന്ന തലമുറയുടെ നേതാവാണ് അഹ്മദുൽ ഖസ്റജി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അദ്ദേഹത്തിന്റെ സൂക്ഷിപ്പ് സ്ഥലത്ത് ഗവൺമെന്റിന്റെ പൂർണ്ണമായ അംഗീകാരത്തോട് നബിതങ്ങളുടെ സറഫാക്കപ്പെട്ട കേശമുണ്ട്, നബിതങ്ങളുടെ സറഫാക്കപ്പെട്ട നഖമുണ്ട്, നബിതങ്ങൾ ധരിച്ച കുപ്പായത്തിന്റെ പല പാർശ്വങ്ങളും അവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ സ്വീകരണ പ്രഭാഷണത്തില് സമ്മേളനത്തിന്റെ കഴിഞ്ഞ ദിവസത്തിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ഞാൻ കേട്ടതാണ്. അദ്ദേഹം ഉസ്താദിനെ ഇരുത്തി പറഞ്ഞു, ഉസ്താദേ, ആർക്കെങ്കിലും ഒരു തിരുനബിയുടെ കേസമാണെന്നൊരു സംശയമുണ്ടെങ്കിൽ അവർ വരട്ടെ, എന്നോട് ബന്ധപ്പെടട്ടെ, ഞാൻ ഈ കേസത്തെ തീയിലിടാം, തീയിലിട്ടാൽ ഈ കേസം കരിഞ്ഞു പോകില്ല. ഓ ചെറുപ്പക്കാരെ, അവിടുത്തെ സമ്മേളനത്തിൽ പറയുന്നു, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അതല്ലെങ്കിൽ ശൈഖ് അബൂബക്കർ അഹ്മദ് പലപ്പോഴും എന്നോട് കേസം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഹബീബിന്റെ എന്റെ നേതാവിന്റെ സമ്മതം ലഭിക്കാത്തതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല. ഈ അടുത്ത ദിവസം സ്വപ്നത്തിൽ എനിക്ക് തോന്നിപ്പിച്ചു. സ്വപ്നത്തിൽ ഹബീബ് വന്ന് പറഞ്ഞു, ഒരു കേസം അതാ കാന്തപുരത്തിന്റെ കരുത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിക്കണം കേട്ടോ. ഞാനിത് ഫോർമാലിറ്റീസിന് വേണ്ടി പറയുന്നതല്ല, പൊങ്ങച്ചയ്ക്ക് വേണ്ടി പറയുന്നതല്ല. പൂർണ്ണെന്ന് കേൾക്കുന്നവരുണ്ടെങ്കിൽ കടന്നു വന്നോ. SSFിൽ അണിചേർന്നോ, തുടർന്ന് പതാക ഉയർത്തിക്കോ, നെഞ്ചിലേറ്റോ. ചെറുപ്പക്കാരെ, അണയാത്ത ആവേശത്തോടെ, അനന്യമായ ലക്ഷ്യത്തോടെ
മാറാത്ത നെഞ്ചുറപ്പോട് വീശാനുള്ള ഹിമ്മത്തായ മനക്കരത്തോട് മുന്നോട്ട് ഗമിച്ച ആ തിരുകേശത്തിന്റെ ശരീര മുബാറക്ക് പെരുമാറും ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസം മറക്കതിൽ വെച്ച് നടന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനസാഗരം ഇരുമ്പി. അക്കൂട്ടത്തിൽ ചിക്കമംഗളൂരു ജില്ലയിൽ നിന്ന് വന്നവരുണ്ട്, ആസാം ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്നവരുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് വന്നവരുണ്ട്. ജനസാഗരം ഇരുമ്പി.